അവരൊന്നും പിന്നെ ഈ രാഷ്ട്രീയത്തിലൊന്നും അല്ലാതായി പോയിട്ടുണ്ട്. 1-2 തവണയൊക്കെ MLA ആവും. അപ്പോഴെല്ലാം ആളിനൊക്കെ വിളിപ്പിക്കും. കാരണം എല്ലാ വീട്ടിലും പോകും. ആ ഒരു വീട്ടിൽ കയറി നിന്ന് അവിടുന്ന് ചായ തരാൻ പറയും. ഒരു ഷോയാ. അപ്പോൾ അവർ അയ്യോ MLA വന്ന് വീട്ടിൽ നിന്ന് ചായ കുടിച്ചല്ലോ എന്ന് സന്തോഷത്തോടെ ചായ കൊടുക്കും. ഈ ചായ കൊടുക്കുമ്പോൾ ഒന്ന് ഫോൺ ചെയ്തു വിട്ടെ. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. ഫോൺ ഒരു MLA, പഴയ ഒരു MLA പറ്റി പറയുന്നത്, അദ്ദേഹം ആളെ കയ്യിലെടുക്കുന്ന അങ്ങനെയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ISD അടക്കം കുറേ നമ്പറുകൾ എഴുതി വയ്ക്കും. അവിടെ ഒരു ഓസുണ്ട്. ഇത് പോക്കറ്റ് ഇട്ടേക്കും. പോക്കറ്റ് ഇട്ടിട്ട് പഴയ ഒരു MLA. അദ്ദേഹം പിന്നെ തോറ്റുപോയി. പിന്നെ രക്ഷപ്പെട്ടില്ല. പിന്നെ രാഷ്ട്രീയത്തിലും കണ്ടില്ല. അദ്ദേഹം നേരെ രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ആൾ വരും, സ്കൂട്ടർ കൈ കാണിക്കും. എന്നെ കൊണ്ടൊന്ന് കൊണ്ടുപോയി എൻ്റെ പുറകെ കയറി. അപ്പോൾ MLA എൻ്റെ സ്കൂട്ടറിൽ കയറി. ഹാപ്പി ഞാൻ. കൊണ്ടുവന്ന് അവിടെ ഒരു മരണ വീട്ടിന് മുമ്പിൽ വിട്ടു. അവിടെ ഇറങ്ങി എല്ലാം കണ്ടു. ഒട്ടം അപ്പുറത്തെ വീട്ടിന് മതിലൊരു ഒരു ചേച്ചി നിൽക്കുന്നത്. ചേച്ചി എന്തുകൊണ്ട് വിശേഷം? അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് MLA ചായ കുടിച്ചിട്ട് വാ. ശരി എന്നാൽ ഒരു ചായ കുടിക്കാം. കയറി അവിടെ ഇരുന്നു. വോട്ട് കൊടുത്താണ് അപ്പോഴും. എന്നിട്ട് ഒരു ഫോൺ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് പേപ്പർ പോക്കറ്റിൽ നിന്ന് എടുക്കും. അതിനകത്ത് ISD അടക്കമുണ്ട്. ആദ്യം ISD കറക്കി നോക്കും. അതിന് ISD ഇല്ല എന്ന് പറഞ്ഞാൽ ലോക്കൽ വിളിക്കും. ഈ എഴുതി വെച്ച 10-20 നമ്പറുകൾ ഇദ്ദേഹം വൈകിട്ടിന് മുമ്പ് പല വീടുകളിൽ നിന്നായിട്ട് വിളിച്ചിരിക്കും. ഓസുമായി അവരെ കയ്യിലും എടുത്തു.